വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരെ വേണം ഭരണരംഗത്ത് കൊണ്ടുവരാൻ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അല്ലാതെ ഈ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടിരിക്കേണ്ട ആളല്ല വിദ്യാഭ്യാസ മന്ത്രിയാവേണ്ടത്. എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാവേണ്ടത്. അപ്പോ അതിനൊക്കെ അതിൻ്റെതായ കഴിവുള്ള കാഴ്ചപ്പാടുള്ള ആളുകളെ വേണം കൊണ്ടുവരാൻ. അങ്ങനെ ഒരു 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 ചിന്തയെ അവരുടെ മനസ്സിലില്ലായിരുന്നു. അതാണ് അവർ പ്രശ്നം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അങ്ങനെ വേണം. നമുക്കിപ്പോഴും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയിട്ട് നമ്മൾ ചുമക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ജ്ഞാനവും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയായിട്ട് ചുമക്കേണ്ടി വരുന്നത്. 100% ഞാൻ യോജിക്കുന്നു. നല്ല ഭരണകൂടം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. ഇത് വിദ്യാഭ്യാസവും ആരോഗ്യവും കച്ചവടത്തിന് വിട്ടുകൊടുത്തിട്ട് കള്ളുവിപ്പിനെയും ചൂതുകളിയും അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അതാണ് നമ്മുടെ നാശത്തിന് കാരണം. നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെയുണ്ട്? എന്ത് ചെയ്യും?